ഈ വർഷം ചിങ്ങമാസം വന്നു ചേരുമ്പോൾ മലയാള സിനിമയിൽ ഒരു ന്യൂ ജനറേഷൻ തരംഗം തന്നെ സൃഷ്ടിച്ചുകൊണ്ടിരിക്കുന്ന പ്രേമത്തിന്റെ ഡയറക്ടറായ അൽഫോൺസ് പുത്രന് കല്യാണമാണ്. കക്ഷി വിവാഹം കഴിക്കാൻ പോകുന്നത് പോപ്പുലർ ഫിലിം പ്രൊഡ്യൂസറും അനന്യ ഫിലിംസിന്റെ ഓണറുമായ ആൽവിൻ ആന്റണിയുടെ മകളെയാണ്. കാര്യം കല്യാണമൊക്കെ ഉറപ്പിച്ചെങ്കിലും വധുവിന്റെ പേരും വിവാഹത്തിന്റെ മറ്റ് ഡീറ്റെയിൽസും ഒന്നും അൽഫോൺസ് ഇതുവരെ ഒഫീഷ്യലി അനൗൺസ് ചെയ്തിട്ടില്ല. മലയാള സിനിമ ഇൻഡസ്ട്രിയിൽ വളരെ പ്രോമിനന്റ് ആയിട്ടുള്ള പ്രൊഡക്ഷൻ ബാനേഴ്സിൽ ഒന്നാണ് ആൽവിൻ ആന്റണിയുടെ അനന്യ ഫിലിംസ്. ഈ ബാനറിന്റെ കീഴിൽ ഒരുപാട് നല്ല പോപ്പുലർ ആയിട്ടുള്ള ഫിലിംസ് നിർമ്മിച്ചിട്ടുണ്ട് ഇതുവരെ. ഇനി ഇറങ്ങാൻ പോകുന്ന നാദിർ ഷാ ഡയറക്ട് ചെയ്യുന്ന മൾട്ടി സ്റ്റാറർ ഫിലിമായ അമർ അക്ബർ ആന്റണിയും പ്രൊഡ്യൂസ് ചെയ്യുന്നത് അനന്യ ഫിലിംസിന്റെ ബാനറിലാണ്. ആലുവയിലെ പുത്രൻ പോളിന്റെയും ഡെയ്സി പുത്രന്റെയും മകനാണ് അൽഫോൺസ് പുത്രൻ. ചെറുപ്പം മുതലേ ആൾക്ക് സിനിമയോട് വലിയ പാഷനായിരുന്നു. സിനിമയോടൊപ്പം തന്നെ ഫ്രണ്ട്ഷിപ്പിനോടും ആൾക്ക് അതേ പാഷനാണ്. കൂടെ പഠിച്ച സുഹൃത്തുക്കളും മറ്റുമായി അടുത്ത ബന്ധം എന്നും കീപ്പ് ചെയ്യുന്ന ആളാണ് അൽഫോൺസ്. അതുമാത്രമല്ല, തന്റെ സുഹൃത്തുക്കളെയൊക്കെ തന്റെ ഫിലിം പ്രോജക്ട്സിൽ അൽഫോൺസ് വളരെ ബ്രില്യൻ്റ് ആയി ഉൾക്കൊള്ളിക്കാറുമുണ്ട്. അതിപ്പോ നേരത്തിലാണെങ്കിലും ശരി, പ്രേമത്തിലാണെങ്കിലും ശരി. ഇനി അടുത്ത പ്രോജക്റ്റിൽ അൽഫോൺസിനോടൊപ്പം വർക്ക് ചെയ്യാൻ പോകുന്നത് മമ്മൂക്കയാണെന്നാണ് അറിവ്. അൽഫോൺസിന്റെ ടാലന്റിൽ മമ്മൂക്ക ഭയങ്കര ഇംപ്രസ്ഡ് ആണ് ഓൾറെഡി. അതുകൊണ്ട് തന്നെ മമ്മൂക്കയും ഈഗർലി വെയിറ്റിംഗ് ആണ് അൽഫോൺസിനോടൊപ്പം വർക്ക് ചെയ്യാനായിട്ട്. ഒരുപാട് ഷോർട്ട് ഫിലിംസ് ചെയ്തിട്ടുണ്ടെങ്കിലും അൽഫോൺസ് എന്ന ഡയറക്ടറിനെ എല്ലാവരും അറിഞ്ഞു തുടങ്ങിയത് യുവ് എന്ന ആൽബത്തിലൂടെയാണ്. നസ്രിയയും നിവിൻ പോളിയും അഭിനയിച്ച യുവ് ഡയറക്ട് ചെയ്തത് അൽഫോൺസ് പുത്രനാണ്. മാത്രമല്ല, ആ ആൽബം ഭീകര ഹിറ്റാകുകയും ചെയ്തിരുന്നു. പിന്നീടാണ് കക്ഷി എലി എന്ന ഷോർട്ട് ഫിലിം ചെയ്യുന്നത്. അതിൽ ബോബി സിംഹയും നിവിൻ പോളിയുമാണ് അഭിനയിച്ചത്. പിന്നീട് അതിന്റെ ഫീച്ചർ ഫിലിം രൂപമാണ് നേരം എന്ന ഹിറ്റ് മൂവി. പിന്നെ പറയേണ്ട കാര്യമില്ലല്ലോ പ്രേമത്തിനെ കുറിച്ച്. മലയാളികളെ മൊത്തം അൽഫോൺസ് പ്രേമിപ്പിച്ചുകൊണ്ടിരിക്കുകയാണ് ഇപ്പോഴും പ്രേമം എന്ന സിനിമയിലൂടെ. എനിക്കൊരു ഇൻസ്പിറേഷൻ അല്ലെങ്കിൽ എനിക്ക് ഇഷ്ടമുള്ള ഒരു നടി പറയുകയാണെങ്കിൽ ശോഭന മാഡം എനിക്ക് വളരെ ഇഷ്ടമാണ്.